എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠമാണ് ഇന്ദ്രിയജാലം. ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 1ാമത്തെ ചോദ്യം, പാഠഭാഗത്തിൽ ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ. ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ്? ഇതൊരു പട്ടികയാക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പരുന്ത്, അതിൻ്റെ അവയവം കണ്ണാണ്. അതിൻ്റെ പ്രത്യേക കഴിവ് ദൂരക്കാഴ്ച. നായ, നായയുടെ അവയവം മൂക്കും ചെവികളും. അവയുടെ പ്രത്യേക കഴിവ് മണം പിടിക്കാൻ, ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയും. പൂമ്പാറ്റ, അവയവം കാലുകൾ. പ്രത്യേക കഴിവ് കാലുകൾ കൊണ്ട് രുചിയറിയുന്നു. മുതല, അവയവം ത്വക്ക്. പ്രത്യേക കഴിവ് സ്പർശന ശക്തി. കരടി, അവയവം മൂക്ക്. അതിൻ്റെ പ്രത്യേക കഴിവ് നേരിയ മണം പോലും തിരിച്ചറിയാൻ കഴിയുന്നു. രണ്ടാമത്തെ ചോദ്യം, ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണുകൾ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. ചെവികൾ കേൾവി. മൂക്ക് മണം. നാക്ക് രുചി. ത്വക്ക് സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാൻ ജന്തുക്കൾക്കുള്ള അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ്. നാലാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത്? ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. കോർണിയ, ലെൻസ്, കൃഷ്ണമണി, റെറ്റിന, നേത്രനാഡി എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം നോക്കൂ. ആടിൻ്റെ കണ്ണുകളുടെ സ്ഥാനം എങ്ങനെയാണ്? വശങ്ങളിലായിരിക്കും. കടുവയുടെ കണ്ണുകൾ മുൻപിലായിരിക്കും. കോഴിയുടെ കണ്ണുകൾ വശങ്ങളിലായിരിക്കും. ആറാമത്തെ ചോദ്യം, ജീവികളെ അവയുടെ കണ്ണുകളുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കുക. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ: പരുന്ത്, പൂച്ച, സിംഹം, കടുവ, ചീറ്റ. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവ: മാൻ, കോഴി, മുയൽ, പ്രാവ്, ഒട്ടകപ്പക്ഷി, ജിറാഫ്. ഏഴാമത്തെ ചോദ്യം, തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ള ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ള ജീവികൾക്ക് വസ്തുക്കളുടെ സ്ഥാനവും അകലവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പ്രത്യേകത സിംഹം, കടുവ തുടങ്ങിയ ജീവികളെ ഇരപിടുത്തത്തിന് സഹായിക്കുന്നു. എട്ടാമത്തെ ചോദ്യം, തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലും ഉള്ള വസ്തുക്കളുടെ കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ചില ജീവികളും അവയുടെ കണ്ണുകളുടെ പ്രത്യേകതകളും എഴുതുക. ആദ്യത്തെ ജീവിയാണ് പൂച്ച. കൃഷ്ണമണി പകൽ സമയം ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. അതിനാൽ മങ്ങിയ വെളിച്ചത്തിലും പൂച്ചയ്ക്ക് വസ്തുക്കളെ കാണാൻ കഴിയും. അടുത്ത ജീവിയാണ് മൂങ്ങ. കണ്ണുകൾ തലയുടെ നേരെ മുൻഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകളും മൂങ്ങയ്ക്ക് കാണാൻ കഴിയും. മരയോന്ത്. കണ്ണുകളെ ഒരേ സമയം വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ മരയോന്തിന് കാണാൻ കഴിയും. ടാർസിയൻ. തലച്ചോറിനേക്കാൾ ഭാരമുള്ള കണ്ണുകൾ ഉള്ള ജീവിയാണിത്. അണ്ണാന്റെ വലിപ്പം മാത്രമുള്ള ഇവ മാംസബുക്കുകളാണ്. ഡ്രാഗൺ ഫ്ലൈ. ഇവയുടെ കണ്ണുകളിൽ ഏകദേശം 30,000 ലെൻസുകൾ ചേർന്നിരിക്കുന്നു. ഇത്തരം കണ്ണുകൾ കോമ്പൗണ്ട് ലെൻസ് എന്നറിയപ്പെടുന്നു. 10ാമത്തെ ചോദ്യം, ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കണ്ണുവേദന, കണ്ണിന് ചൊറിച്ചിൽ, കണ്ണിന് ചുവപ്പ്, കണ്ണിൽ പീള അടിയുക, കണ്ണുനീർ കൂടുതലായി ഒഴുകുക, കൺപോളകളിൽ വീക്കവും തടിപ്പും. 11ാമത്തെ ചോദ്യം, കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം? തിമിരം, ഗ്ലോക്കോമ, വർണ്ണാന്ധത, നിശാന്തത, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി. 12ാമത്തെ ചോദ്യം, സ്നെല്ലർ ചാർട്ട് ഉപയോഗിക്കുന്ന വിധം എഴുതുക. ഇത് പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ചാർട്ടിൽ നിന്നും 20 അടി അകലെയായി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. കണ്ണട ഉണ്ടെങ്കിൽ അത് നീക്കുക.
ഒരു കണ്ണ് കൈകൊണ്ട് മൂടി പിടിക്കുക. ഏറ്റവും മുകളിലത്തെ നിരയിലെ അക്ഷരങ്ങൾ ഉറക്കെ വായിക്കുക. തുടർന്ന് താഴത്തെ വരികൾ ഓരോന്നായി വായിക്കുക. അങ്ങനെ ഏത് വരിയാണ് വായിക്കാൻ പറ്റാത്തത് എന്ന് കണ്ടുപിടിക്കുക. ഈ പ്രവർത്തനം മറ്റേ കണ്ണുകൊണ്ടും ചെയ്യുക. പരിശോധിക്കുന്ന ആൾ ഒരു വിദഗ്ധനായിരിക്കും. അദ്ദേഹം ഫലം അപഗ്രഥിച്ച് നിങ്ങളുടെ കാഴ്ചകൾക്ക് ശേഷി നിർണ്ണയിക്കുന്നു. 13ാമത്തെ ചോദ്യം. എന്തൊക്കെ സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് ഇപ്പോൾ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ കഴിയും. നോട്ടുകളിൽ അതിനുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. വിരൽ കൊണ്ട് തൊട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. നോട്ടുകളുടെ വശങ്ങളിലുള്ള വരകൾ തൊട്ടുനോക്കിയാണ് തിരിച്ചറിയൽ നടത്തുന്നത്. 100 രൂപ നോട്ടിൽ 2 വശത്തും മധ്യഭാഗത്തും 4 വരകൾ ഉണ്ട്. ആ വരകളിൽ 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട്. 200 രൂപ നോട്ടിലും 4 വരകൾ ഉണ്ട്. ഓരോ വശത്തും ഈ വരകൾക്കിടയിൽ 2 ചെറിയ വൃത്തങ്ങളാണുള്ളത്. 500 രൂപ നോട്ടിൽ ഓരോ വശത്തും 5 വരകളുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് കഴിയുന്നത്. 14ാമത്തെ ചോദ്യം. കാഴ്ച പരിമിതിയുള്ളവർ സമയം അറിയാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതെല്ലാം? 1. ടാക്ടൈൽ വാച്ച്. ഈ വാച്ചിലെ സൂചിയുടെ സ്ഥാനം തൊട്ടു മനസ്സിലാക്കി സമയം അറിയാൻ കഴിയുന്നു. 2. ടോക്കിംഗ് വാച്ച്. വാച്ചിന്റെ വശത്തുള്ള ഒരു ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചുകൊണ്ടുള്ള ശബ്ദം കേൾക്കാം. 15ാമത്തെ ചോദ്യം. കാഴ്ച പരിമിതിയുള്ളവർക്ക് സഹായകരമായ മറ്റു സംവിധാനങ്ങൾ ഏതെല്ലാം? 1. ബ്രെയിൻ ലിപി. അന്ധരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകതരം എഴുത്തുഭാഷയാണ് ബ്രെയിൻ ലിപി. പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകളാണ് ഇതിലെ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇവയിൽ വിരൽ തൊട്ടാണ് കാഴ്ച പരിമിതിയുള്ളവർ അക്ഷരങ്ങളെ മനസ്സിലാക്കുന്നത്. അടുത്തത് ജാസ് ആണ്. ഇത് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതെല്ലാം കാഴ്ച പരിമിതിയുള്ളവർക്ക് വായിച്ചെടുക്കാം. അടുത്തത് സ്മാർട്ട് കെയിൻ. ഇത് ചുറ്റുപാടുകളെ തൊട്ടുനോക്കി തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 2 മീറ്റർ വരെ അകലെയുള്ള തടസ്സങ്ങൾ അറിയാൻ വേണ്ടിയുള്ള സെൻസർ ഈ വടിയിലുണ്ട്. വഴിയിൽ കുഴികൾ ഉണ്ടെങ്കിലും ഈ വടി ഉപയോഗിച്ച് അറിയാൻ കഴിയും. 16ാമത്തെ ചോദ്യം. പേജ് നമ്പർ 130 നോക്കുക. കേട്ടറിഞ്ഞു എന്ന ഭാഗത്തെ ചിത്രങ്ങൾ നോക്കുക. കണ്ണുകെട്ടി എങ്ങനെയാകും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത്? ഉത്തരം: അവർ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ട് സ്ഥാനവും അകലവും മനസ്സിലാക്കുന്നു. 17ാമത്തെ ചോദ്യം. ചെവിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാം? ചെവിക്കുട, കർണനാളം, കർണപടം, കോക്ലിയ, ശ്രവണനാഡി. 18ാമത്തെ ചോദ്യം. പേജ് നമ്പർ 130 അവസാനത്തെ ചിത്രം നോക്കുക. മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ? ഉത്തരം: ശരിയായ പരിഹാരമല്ല. അങ്ങനെ ചെയ്യരുത്. 19ാമത്തെ ചോദ്യം. ചെവിയെ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പെൻസിൽ, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിൽ ഇടരുത്. ചെവിയുടെ ഭാഗത്ത് അടിക്കരുത്. മലിനജലത്തിൽ നീന്തി കുളിക്കരുത്. ചെവിയിൽ വെള്ളമോ എണ്ണയോ ഒഴിക്കരുത്. അധികം ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കരുത്. നല്ല വെയിലുള്ളപ്പോൾ തൊപ്പി ധരിക്കുക. 20ാമത്തെ ചോദ്യം. എന്താണ് ശ്രവണ സഹായികൾ? പല കാരണങ്ങളാൽ കേൾവിക്കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. 21ാമത്തെ ചോദ്യം. ശ്രവണ സഹായികൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെ? ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടുന്നു. ശബ്ദത്തിന് വ്യക്തത വരുത്തുന്നു. 22ാമത്തെ ചോദ്യം. മണമറിയുക എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ചുറ്റുപാടുമുള്ള പല മണങ്ങൾ നാം മനസ്സിലാക്കുന്നുണ്ട്. മണം അറിയാൻ നമ്മെ സഹായിക്കുന്നത് മൂക്കാണ്. പല ജീവികൾക്കും മണം അറിയാനുള്ള കഴിവുണ്ട്. ഉദാഹരണം: പശു, നായ. ജന്തുക്കൾക്ക് മണമറിയാനുള്ള കഴിവ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. 23ാമത്തെ ചോദ്യം. എന്താണ് ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? ഉത്തരം: ജലദോഷം ഉള്ളപ്പോൾ മ്യൂക്കസ് എന്ന സ്രവം കൂടുതലായി മൂക്കിൽ ഉണ്ടാകും. അതിനാൽ ഗന്ധകണികകൾക്ക് മണമറിയാൻ സഹായിക്കുന്ന നാഡീകോശങ്ങളിൽ എത്തി അവയെ ഉത്തേജിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അതിനാൽ മണം അറിയാൻ കഴിയുന്നില്ല. അടുത്ത ചോദ്യം. ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ ഗന്ധം എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്? ഭക്ഷണത്തിന്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കാൻ രുചിയോടൊപ്പം അതിന്റെ മണവും പങ്കുവഹിക്കുന്നു. പഴകിയ ഭക്ഷണം ഒഴിവാക്കാൻ അതിന്റെ മണം നമ്മെ സഹായിക്കുന്നു. ഗ്യാസ് ലീക്ക് അറിയാൻ മണം സഹായിക്കുന്നു. പൂക്കളുടെയും മറ്റും സുഗന്ധം നമുക്ക് ആനന്ദം നൽകുന്നു. 25ാമത്തെ ചോദ്യം. മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. മലിനജലത്തിൽ മുങ്ങി കുളിക്കരുത്. 26ാമത്തെ ചോദ്യം.
തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ പുറത്തു വരും. ഇവ മറ്റുള്ളവരുടെ മേൽ വീഴാതിരിക്കാൻ എന്തു ചെയ്യണം? വൃത്തിയുള്ള തുവാല കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ വായും മൂക്കും പൊത്തിപ്പിടിക്കുക. ഇടയ്ക്കിടെ കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരാളുടെ തുവാല മറ്റൊരാൾ ഉപയോഗിക്കരുത്. 27ാമത്തെ ചോദ്യം. ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ രുചികൾ പട്ടികപ്പെടുത്തുക. നാരങ്ങ അച്ചാറിന്റെ രുചി എന്ന് പറയുന്നത് പുളിയായിരിക്കും. മാമ്പഴത്തിൻ്റേത് മധുരം, പാവയ്ക്കാത്തോരൻ കയ്പ്, വാഴപ്പഴം മധുരം, ഉണക്കമീൻ ഉപ്പ്, മാംസം ഉമാമി, കരിമ്പ് മധുരം. 28ാമത്തെ ചോദ്യം. രുചി അറിയാൻ വേണ്ടി മാത്രമാണോ നാവ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് നാവിന്റെ ധർമ്മങ്ങൾ? രുചി അറിയാൻ, സംസാരിക്കാൻ, ചവയ്ക്കുമ്പോൾ ആഹാരത്തെ ഉമിനീരുമായി ചേർക്കാനും പല്ലുകൾക്കിടയിലേക്ക് വച്ചു കൊടുക്കുവാനും, ആഹാരം വിഴുങ്ങാൻ. 29ാമത്തെ ചോദ്യം. നാവിന്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ചൂടും തണുപ്പും അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. നാവ് ശക്തിയായി വടിക്കരുത്. വായ വൃത്തിയായി സൂക്ഷിക്കുക. 30ാമത്തെ ചോദ്യം. ത്വക്കിന്റെ സംരക്ഷണത്തിനായി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ദിവസവും കുളിച്ച് ത്വക്ക് വൃത്തിയാക്കണം. ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അമിതമായി വെയിൽ ഏൽക്കരുത്. ധാരാളം വെള്ളം കുടിക്കണം. ആവശ്യത്തിന് ഉറങ്ങണം. നല്ല സോപ്പ് കുളിക്കാൻ ഉപയോഗിക്കണം. 31ാമത്തെ ചോദ്യം. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകനുമായി ഒരു അഭിമുഖം നടത്തണം. നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചോദ്യാവലി തയ്യാറാക്കുക. കണ്ണട വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചില കണ്ണടകളിൽ 2 ലെൻസുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം. എന്തിനാണത്? കണ്ണ് ദാനം ചെയ്യുമ്പോൾ കണ്ണിന്റെ ഏതു ഭാഗമാണ് ദാതാവിൽ നിന്നും എടുക്കുന്നത്? ENT ഡോക്ടർ ആരാണ്? വസ്തുക്കൾ വായിൽ നിന്നും ഇറക്കുമ്പോഴാണ് കയ്പ് തോന്നുന്നത്. എന്താണ് അതിന് കാരണം? കരയുമ്പോൾ മൂക്ക് ചീറ്റുന്നത് എന്തുകൊണ്ടാണ്? ചെവിയുടെ കുഴപ്പം മൂലമാണ് തലകറക്കം ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? ഇനി അടുത്തത് വിലയിരുത്താം എന്ന ഭാഗത്തെ 3 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 1ാമത്തെ ചോദ്യം. കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്തായിരിക്കാം അതിന് കാരണം? സൂര്യന്റെ കഠിനമായ ചൂട് മൂലം താഴെ പറയുന്ന അപകടങ്ങൾ സംഭവിക്കാം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിനെയും കണ്ണുകളെയും അപകടകരമായ രീതിയിൽ ബാധിക്കും. ഇതുമൂലം ത്വക്കിൽ ക്യാൻസർ വരെ സംഭവിക്കാം. സൂര്യപ്രകാശം കഠിനമായി ഏൽക്കുന്നത് സൂര്യാഘാതം സംഭവിക്കുന്നതിന് കാരണമാകും. ഇതുമൂലം മരണം വരെ സംഭവിക്കാം. ഇതൊക്കെ കൊണ്ടാണ് കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 2ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച, കേൾവി, സ്പർശം എന്നിവയിലൂടെ അറിയാം? പട്ടിക പൂർത്തിയാക്കുക. കാഴ്ചയിലൂടെ നമുക്ക് നിറം, വലിപ്പം, അകലം ഇവയൊക്കെ മനസ്സിലാക്കാം. കേൾവിയിലൂടെ നമുക്ക് ശബ്ദത്തിന് കാരണമാകുന്ന ആൾ, ജീവി, ഉപകരണം, ശബ്ദത്തിന്റെ സ്രോതസ്, ശബ്ദത്തിന്റെ ആസ്വാദ്യത ഇതൊക്കെ നമുക്ക് കേൾവിയിലൂടെ മനസ്സിലാക്കാം. അടുത്തത് സ്പർശനം. ചൂട്, തണുപ്പ്, കാഠിന്യം ഇതൊക്കെ നമുക്ക് സ്പർശനത്തിലൂടെ മനസ്സിലാക്കാം. 3ാമത്തെ ചോദ്യം. ചില ജീവികളുടെ പ്രത്യേക അവയവങ്ങളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നും ജീവിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. 1ാമത്തെ ചിത്രത്തിലുള്ളത് പൂച്ചയുടെ മീശരോമങ്ങളാണ്. അതെന്തിനൊക്കെ പൂച്ചയെ സഹായിക്കുന്നു? ദൂരം മനസ്സിലാക്കാൻ, വളരെ അടുത്തുള്ള വസ്തുവിന്റെ സാന്നിധ്യം അറിയാൻ, ഒരു വിടവിൽ കൂടി സ്വന്തം ശരീരം കടന്നു പോകുമോ എന്നറിയാൻ, ഇരയെ കണ്ടുപിടിച്ച് കൈക്കലാക്കാൻ. 2ാമത്തേത് ആനയുടെ തുമ്പിക്കൈ. അതെന്തിനൊക്കെ ആനയെ സഹായിക്കുന്നു? ശ്വാസം എടുക്കാൻ, വെള്ളം കുടിക്കാൻ, വസ്തുക്കൾ പിടിച്ചെടുക്കാൻ, മണം അറിയാൻ, ചിഹ്നം വിളിക്കാൻ. 3ാമത്തേത് ചിത്രശലഭത്തിന്റെ പ്രോബോസിസ്. അത് എന്തിനൊക്കെ ചിത്രശലഭത്തെ സഹായിക്കുന്നു? പൂക്കളിൽ നിന്നും മറ്റു ചെടികളിൽ നിന്നും തേൻ വലിച്ചു കുടിക്കാൻ. 4ാമത്തേത് പാറ്റയുടെ ആന്റിന. അത് എന്തിനൊക്കെ പാറ്റയെ സഹായിക്കുന്നു? ആഹാരമോ മറ്റു പദാർത്ഥങ്ങളോ തിരിച്ചറിയാൻ, ചുറ്റുമുള്ള വസ്തുക്കളുടെ സ്ഥാനം, ആകൃതി, സ്വഭാവം എന്നിവ അറിയാൻ, രുചി, താപനില, ഈർപ്പനില എന്നിവ അറിയാൻ. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? താങ്ക്